നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന ഏതു പ്രശ്നങ്ങളും വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ എടുക്കാറ്. എന്നാൽ ചില അസുഖങ്ങളുണ്ട്, ലക്ഷണങ്ങൾ പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വന്ന് സംഭവിക്കുന്നവ. ഇത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ കാഴ്ചയെ തന്നെ തകരാറിലാക്കുന്ന ചില അസുഖങ്ങൾ. അത്തരത്തിലൊന്നാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് ചാലക്കുടി ഐ വിഷൻ ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ രാധാരമണൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഈ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയം അത് തന്നെയാണ്, പെട്ടെന്ന് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു അസുഖം. യഥാർത്ഥത്തിൽ എന്താണ് ഗ്ലോക്കോമ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രഷർ, സാധാരണ പ്രഷർ എന്ന് പറയുന്ന ഒരു 20, ആ പ്രഷർ ഉള്ളവർക്കും ഗ്ലോക്കോമ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് മുമ്പ് 3 ലക്ഷണങ്ങളാണ് ഗ്ലോക്കോമയ്ക്ക് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, കണ്ണിൻ്റെ പ്രഷർ കൂടുക. 2, കണ്ണിൻ്റെ ഞരമ്പിൽ നമ്മൾ ഒഫ്താൽമോസ്കോപ്പ് എന്നുള്ളൊരു ഉപകരണം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒപ്റ്റിക് ഡിസ്കിലുണ്ടാകുന്ന വ്യത്യാസം. മൂന്നാമത്തത്, നമ്മൾ കാണുന്ന ഏരിയ ഫീൽഡിൽ കുറഞ്ഞു വരിക. അതാണ് മൂന്നാമത്തെ ലക്ഷണം. ഈ 3ഉം കൂടെ ചേരുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ണിൻ്റെ പ്രഷർ കൂടാതെയും ഗ്ലോക്കോമ വരാം എന്ന് കണ്ടുപിടിച്ചതോടുകൂടി കണ്ണിൻ്റെ പ്രഷർ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ മാത്രമായിട്ട് മാറി. കാരണം പ്രഷർ ഇല്ല, നോർമലാണ് എന്ന് വിചാരിച്ചാലും ഗ്ലോക്കോമ ആകാം. അതാണ് വേറൊരു വ്യത്യാസം. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. എന്റെ തലയിലെ ഈ സൈഡിൽ നിന്ന് ഒരു പെരുപ്പ് പോലെ ഇങ്ങനെ 2 മിനിറ്റ് കൂടുതൽ കണ്ണ് നോക്കാൻ പറ്റൂല. കണ്ണ് നോക്കിക്കഴിഞ്ഞാല് ഈ കണ്ണിന്റെ അടിഭാഗത്തു നിന്ന് ഒരു കോളം പോലെ ഇങ്ങനെ ഇരുട്ടി അടച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തലവേദന, പിന്നെ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത കണക്കാണ്. പിന്നെ നടക്കാനും ഒക്കൂല, പോകാനും ഒക്കൂല, എങ്ങോട്ട് പോകണമെന്നില്ല, ഇത് കാണില്ല. അതെ, അപ്പം കണ്ണിൻ്റെ മാത്രം ആകണമെന്നില്ല ഇത്. അപ്പം നമുക്ക് പലപ്പോഴും ഇത് മറ്റ് പല അസുഖങ്ങളുടെയും ലക്ഷണമാകാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ, ഫിസിഷ്യനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനായിട്ട്? ഗ്ലോക്കോമ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോക്കോമ ഉള്ള ആളാണ് അല്ലേ? കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട്. ഓക്കെ. ഇപ്പം മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? മരുന്ന് തുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ണിന് ഇടയ്ക്ക് ചികിത്സ പോയി കാണുന്നുണ്ടോ? പ്രഷർ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ മറ്റേതാണെങ്കിൽ വല്ലപ്പോ വരെയുള്ള ഇപ്പൊ ഡെയിലി വരുന്നു. ഈ തലയ്ക്ക് ചൂടടിക്കുന്ന സമയത്ത് 2 മിനിറ്റ് കൂടുതലും വെട്ടത്തിൽ നോക്കുന്ന സമയത്തൊക്കെ ഇങ്ങനമായി ഇരട്ടി അണപ്പാണ്. സംഭവിക്കുന്നത് അതെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തിക്ക് ഗ്ലോക്കോമ ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അത് ഗ്ലോക്കോമ നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ തലക്കറക്കം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഇതോടൊപ്പം മറ്റ് അസുഖങ്ങളും ഉണ്ടാകാം. അപ്പം നമ്മൾ നോക്കേണ്ടത് ഗ്ലോക്കോമ കൊണ്ട് മാത്രം തലകറക്കവും അങ്ങനെയുള്ളത് ഉണ്ടാകില്ല, മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ജെർമൻ എന്നാണ്. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോ. ഇന്നലെ രാത്രി മുതൽ പെട്ടെന്ന് അവർക്ക് ക്ലിയർ ഫുള്ള് റെഡിഷ് കളറായി. ഒരു കണ്ണ് റൈറ്റ് സൈഡ് കണ്ണ് അടയ്ക്കുമ്പോൾ ഭയങ്കര സിവിയർ പെയിൻ ആണ്. അവള് പറയുന്നത് കൃഷ്ണമണി അങ്ങോട്ട് ഐറിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിട്ട് തോന്നുന്നു. പിന്നെ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഇൻഫർമേഷൻ അടിക്കുമ്പോൾ ഭയങ്കര സിവിയർ പെയിൻ ആണ്. ഇന്നലെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ലൈറ്റ് പോലും അടിക്കുമ്പോൾ ഭയങ്കര പെയിൻ ആണെന്നാണ് പറയുന്നത്. ശരി ശരി. അപ്പോൾ ഇന്നിപ്പോ അതിന്റെ കൂട്ടത്തിൽ ഛർദിലോ അങ്ങനെ എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, ഛർദിലോ അങ്ങനെ തലയ്ക്ക് ഹെഡ് ഏക്കോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഐബ്രോയ്ക്ക് പെയിൻ ഉണ്ട്. അവിടെ സിവിയർ കൂടുകയും കുറഞ്ഞുകൊണ്ടിരിക്കുക. കാഴ്ചക്കുറവുണ്ടായോ? ഇല്ല, വിഷന് ഇപ്പം വരെ പ്രോബ്ലം ഇല്ല. എന്നാലും ഒരു മൂടാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബ്ലൂഡർ വിഷൻ അങ്ങനെയല്ല, ഒരു ചെറിയൊരു മൂടാപ്പ് തോന്നുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ണ് തുറന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ ഇത് മിക്കവാറും മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കണ്ണിലെ ഈ വൈറ്റ് ഭാഗത്ത് പെട്ടെന്ന് ചുവപ്പ് വന്നാൽ അവിടെ ഒരു ഹെമറേജ്, ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാം. അതല്ല, ഇനി ഒരു ചെങ്കണ്ണിൻ്റെ ഒരു ആരംഭം ആയാൽ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പല കാരണങ്ങളും അവിടെ ഉണ്ടാവാം. സാധാരണ പെട്ടെന്ന് കണ്ണിൻ്റെ പ്രഷർ കൂടിയാൽ അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ കാഴ്ചയും പെട്ടെന്ന് കുറഞ്ഞു വരുന്നൊരു സ്ഥിതിയും ചിലരിൽ ഛർദി ഉണ്ടാവുകയും അങ്ങനത്തെ സ്ഥിതി ഉണ്ടാവാം. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ണിൻ്റെ പ്രഷർ ഒന്ന് നോക്കണം എന്തായാലും.
അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ആ സാറേ, ഞാൻ 55 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പറഞ്ഞോ. 25 വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട്. ഇപ്പോൾ കാഴ്ചശക്തി തീർത്തും കുറവാണ്. അത് ഗ്ലോക്കോമയാണോ, ഗ്ലോക്കോമയുടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, അതോ സാധാരണ രീതിയിൽ ഷുഗർ കൺട്രോൾ അല്ലാത്തതുകൊണ്ട് വരുന്ന അന്ധതയാണോ എന്നുള്ളതാണ് എന്റെ സംശയം. കാര്യം ഞാനൊരു ഡോക്ടറെ കാണിച്ച ഡോക്ടർ പറഞ്ഞു 60% കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 25 വർഷം ഷുഗർ ഉള്ളപ്പോൾ ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറഞ്ഞ് കണ്ണിൻ്റെ ഞരമ്പിനെ ഷുഗർ ബാധിക്കുകയെ പ്രധാനമായിട്ടും ഒരു ഡയബറ്റിക് റെട്ടിനോപ്പതിയുടെ ലക്ഷണമായിരിക്കും ഈ കാണുന്നത്. പിന്നെ കണ്ണിൻ്റെ പ്രഷർ ആ ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ പ്രഷർ നോർമലായിരിക്കാം, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും പറയാതെ ഡയബറ്റിക് റെട്ടിനോപ്പതി ആകാം. ഈ 60% കാഴ്ച ഇല്ലാതെ ആയിട്ട് ഇത് കൃത്യമായി ഇതൊന്ന് രോഗനിർണയം നടത്തി ചികിത്സിക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യമുണ്ടല്ലോ. 60% പോയി കഴിഞ്ഞു, അപ്പോൾ അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമല്ലേ ഡോക്ടർ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാവരും തന്നെ റെഗുലറായിട്ട് ഐ ചെക്കപ്പ് വേണമെന്ന് പറയുന്നത്. നമ്മൾ ഗ്ലോക്കോമയ്ക്ക് പോകുന്ന കാഴ്ച തിരിച്ചു കിട്ടുന്നില്ലെന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു അസുഖമാണ് ഡയബറ്റിക് റെട്ടിനോപ്പതി. ആവശ്യമായ സമയത്ത് അതിൻ്റെ ചികിത്സ നൽകിയില്ലെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അകത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും കാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ള സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഡയബറ്റിസ് ഉള്ള എല്ലാവരും റെഗുലറായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിൻ്റെ റെറ്റിന എക്സാമിൻ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ ഗ്ലോക്കോമയെക്കുറിച്ച് പറയുമ്പോൾ പല തരത്തിൽ ഗ്ലോക്കോമ ഉണ്ടെന്ന് പറഞ്ഞു. ഏതെല്ലാം തരത്തിലാണെന്നൊന്ന് പറയാം. നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയും. എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആൻറ്റീരിയർ ചേംബർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയുള്ളൊരു ആംഗിൾ അത് വളരെ വൈഡായിരിക്കും, അവിടെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. അത് വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതാണ്, വളരെ സ്ലോ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ഒരു സിംറ്റമും ഒരു പ്രയാസവും തോന്നില്ല. പക്ഷേ അടുത്ത വേറൊരു ടൈപ്പാണ് ക്ലോസ്ഡ് ആംഗിൾ. അതാണിപ്പോൾ നേരത്തെ ഒരു ആൾ ചോദിച്ചതുപോലെ തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് ചുവക്കാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ടാകും. അതിന് ചില സിംറ്റംസ് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ ലൈറ്റ് നോക്കുമ്പോൾ ലൈറ്റിന് ചുറ്റും ഹാലോസ് ഒരു റിങ് പോലെ തോന്നാം. പ്രത്യേകിച്ച് ഈ ഡിം ലൈറ്റിലായിരിക്കും അത് കൂടുതൽ തോന്നുക. അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകും. അത് ക്ലോസ്ഡ് ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് ജന്മന ഗ്ലോക്കോമ ഉണ്ടാവും, നമ്മൾ കൺജനിറ്റൽ ഗ്ലോക്കോമ എന്ന് പറയും. ഏറ്റവും ചികിത്സിക്കാൻ പ്രയാസമുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ നാലാമതൊരു ഗ്രൂപ്പ് പറയുന്നത് സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മുമ്പുണ്ടായ ഒരു സർജറിയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ എന്തെങ്കിലും കൊണ്ടുണ്ടാവുന്നതാവും. അങ്ങനെയുള്ളത് സെക്കൻഡറി ഗ്ലോക്കോമ. അത് ചിലപ്പോൾ ഒരു കണ്ണിനെ മാത്രമായിരിക്കും ബാധിക്കുന്നത്, മറ്റതെല്ലാം മിക്കവാറും രണ്ട് കണ്ണിനെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ, ഈ 4 ആദ്യത്തെ 2 ഓപ്പൺ ആംഗിളും ക്ലോസ്ഡ് ആംഗിളും എന്ന് പറയുമ്പോൾ മറ്റത് ഒന്ന് കൺജനിറ്റൽ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് കാരണങ്ങൾ വേറെ ആയിരിക്കാം, വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ 2 ഏതെല്ലാം തരത്തിലാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ വ്യത്യസ്തമാണോ? ആരിലാണ് ഇത് രണ്ടും ഇങ്ങനെ വ്യത്യസ്തമായി കാണുന്നത്? അങ്ങനെയുള്ള വിവരങ്ങളുണ്ടോ? എല്ലാം ഈ 2 വിഭാഗവും ഒരു 40 വയസ്സിന് മുകളിലാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. 2 ഗ്രൂപ്പിലും വരുന്നത്. പ്രായം കൂടുന്തോറും അത് വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആംഗിൾ ക്ലോഷർ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നൊരു ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആംഗിൾ സ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആംഗിൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിലും ചിലപ്പോൾ കുറച്ച് കാഴ്ചയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അതിന് യാതൊരു സിംറ്റവും ഉണ്ടാവില്ല. ക്ലോസ്ഡ് ആംഗിളിലാണെങ്കിൽ കുറച്ച് സിംറ്റംസ് ഉണ്ടാവും, പക്ഷേ ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഈ 2 ടൈപ്പും നമുക്ക് റെഗുലറായിട്ടുള്ള കണ്ണ് പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ 40 വയസ്സിന് മുകളിലാണ് ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ 40 വയസ്സ് കഴിയുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന വേറൊരു കാര്യമാണ് നമുക്ക് വെള്ളെഴുത്ത്, അതായത് വായിക്കാനുള്ള കണ്ണട വേണ്ടി വരും. അപ്പോൾ ഈ സമയം നമ്മൾ കണ്ണിനുള്ള കണ്ണടയ്ക്ക് ടെസ്റ്റ് പോകുന്ന സമയത്ത് ഇത് പരിശോധിച്ച് റെഗുലറായിട്ട് കണ്ണട ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ പരിശോധിച്ച് പോയാൽ സാധാരണ ഒരുവിധമുള്ള എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാം. അപ്പോൾ കണ്ണട മാത്രമല്ല നമ്മൾ പരിശോധിക്കേണ്ടത്, റെഗുലറായിട്ടുള്ള നമ്മളൊരു സമഗ്രമായ കണ്ണ് പരിശോധന 40 വയസ്സിന് ശേഷം എല്ലാവർക്കും ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഭാഗം തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും സമയത്ത് ചികിത്സിക്കാനും അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുകയും ചെയ്യും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ പല പല കാരണങ്ങൾ പറഞ്ഞു, അല്ല പല തരത്തിലുള്ളതുണ്ടെന്ന് പറഞ്ഞു. കാരണങ്ങളാണെങ്കിലും 40 വയസ്സ് കഴിയുമ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ മറ്റൊരു വിഭാഗം പറഞ്ഞത് ചെറിയ കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന പ്രശ്നം. ഇതിനൊരു പാരമ്പര്യ ഘടകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അമ്മ ഗർഭിണിയാകുന്നതായിട്ട് വലിയ ബന്ധമില്ല. ചില അസുഖങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ പ്രധാനമായിട്ടും അവരുടെ ജനറ്റിക് ഇതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിൽ കുട്ടികളിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അത് കൺജനിറ്റൽ ഗ്ലോക്കോമയിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ കൺജനിറ്റൽ അസുഖങ്ങളെ പോലെ തന്നെ പല റിലേറ്റഡ് ആൾക്കാർ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും ഹൈ റിസ്ക് കണ്ടീഷൻസ് തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അഡൽട്ടായിട്ടുള്ള ഗ്ലോക്കോമയിലും കുറേയൊക്കെ ജനറ്റിക്കായിട്ടുണ്ട്. അതായത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ നേരത്തെ തന്നെ ഈവൻ 40 വയസ്സിന് മുമ്പേ തന്നെ പരിശോധന നടത്തേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്റെ മകളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. 15 മാസമാണ് പ്രായം. ഓക്കെ. മോള് ഇരിക്കുന്ന സമയത്ത് മുതൽ ഇങ്ങനെ കണ്ണ് ഇരിക്കുന്ന സമയത്ത് ഒരു കണ്ണ് ഇടയ്ക്ക് ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യം വന്ന് പതുക്കെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും പതുക്കെ. ശരി. അത് നമ്മൾ ന്യൂറോനെ കാണിച്ചിരുന്നു. ശരി. ന്യൂറോ EG എടുത്തു. അപ്പൊ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ MRIക്ക് എഴുതി തന്നിരിക്കുന്നു. അത് MRI എടുത്തിട്ടില്ല. 1.5 വയസ്സാകുന്ന കൊച്ചിന് ഉറക്കി കിടത്തിയിട്ട് വേണമല്ലോ സാധിച്ചിട്ടില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല കൊച്ചിന്, ഉറങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ എടുത്തില്ല. അപ്പൊ ഈ കണ്ണ് ഇങ്ങനെ മറയുന്നത് അത് ഈ ഫിക്സ് സംബന്ധമായ രോഗമാണോ അതോ കണ്ണ് സംബന്ധമായ രോഗമാണെന്ന് നമുക്ക് എങ്ങനെ അനുമാനിക്കും? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗിയെ പരിശോധിക്കേണ്ടി തന്നെ വരും. മിക്കവാറും പറയുന്നതെന്ന് മനസ്സിലാകുന്നത് നിസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞിട്ട് കണ്ണിങ്ങനെ ഒരു സൈഡിലേക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന രോഗമാണ്. ഈ നിസ്റ്റാഗ്മസ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ കണ്ണിലാണ് കാണുന്നതെങ്കിലും എപ്പോഴും ന്യൂറോളജിക്കൽ ഒരു ഡിഫക്റ്റ് അതിലുണ്ടാവാം. അത് ഒരു റീസണാണ്. കണ്ണിൻ്റേതായ ചില ഡിഫക്റ്റുകൾ കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ അത് ശരിക്കും നമ്മളെപ്പോഴും ന്യൂറോളജിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. അത് നോക്കിയ ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെതും എക്സാമിൻ ചെയ്യേണ്ടതാണ്. ശരിക്കും കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഇത് നീട്ടിക്കൊണ്ടോ കുട്ടികളെ അപ്പം നമ്മൾ ഇപ്പോഴേ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടർ. പറഞ്ഞോളൂ. ഗ്ലോക്കോമ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന പോലെയാണോ, അതെ ഇത് ചികിത്സിച്ചാൽ മാറുന്നതാണോ? ശരി. ഇപ്പോൾ ഗ്ലോക്കോമ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ചിലർ പറയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗ്ലോക്കോമ ഇല്ലല്ലോ, പിന്നെ എനിക്കെങ്ങനെ ഗ്ലോക്കോമ വന്നു എന്ന്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഗ്ലോക്കോമ ഇല്ലെങ്കിലും വരാം. പക്ഷേ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചികിത്സിച്ച് മാറാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ അസുഖം നമുക്കിപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാം, ചികിത്സിച്ച് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് കണ്ണിന് ഗ്ലോക്കോമ വന്നാലും ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാം. കണ്ണിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്ത് നമുക്ക് എപ്പോഴും ഉള്ള കാഴ്ച നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. പഴയ അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. ഒരിക്കലും നഷ്ടപ്പെടുന്നത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ജീവിതം കാലം മുഴുക്കം നമ്മൾ കണ്ണിൻ്റെ പ്രഷർ നോക്കിക്കൊണ്ടിരിക്കണം, അതിനാവശ്യമായ ചികിത്സയും ചെയ്യണം. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്ലോക്കോമയെ എല്ലാവരും വളരെ ഭയത്തോടുകൂടി കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ? ഈ പ്രമേഹവും ഗ്ലോക്കോമയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ പ്രമേഹത്തിന് പല കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറഞ്ഞതുപോലെ തന്നെ കണ്ണിൽ ചിലപ്പോൾ ബ്ലീഡിങ് വരുമ്പോൾ അതോടൊപ്പം കണ്ണിൻ്റെ പ്രഷറും കൂടുന്ന ഒരു സ്ഥിതി വരാം. അതൊന്നും ഇല്ലാണ്ട് തന്നെയും ഈ പ്രമേഹം ഉള്ളവരിൽ സാധാരണ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ടും ഗ്ലോക്കോമ വരും. അത് ചിലപ്പോൾ സെക്കൻഡറി ഗ്ലോക്കോമ വരും. നമ്മൾ നിയോവാസ്കുലർ ഗ്ലോക്കോമ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട്. അത് പലതും പ്രമേഹം ഉള്ളവരിലേക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് അല്ലേ ഡോക്ടർ? നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. 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 നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, ഈ ഗ്ലോക്കോമയെ കുറിച്ചൊന്ന് അറിയാനായിരുന്നു. ഇപ്പൊ കണ്ണിനൊരു മങ്ങല് പോലെ വരുന്നു. 20 വർഷമായിട്ട് ഈ ഡയബറ്റിക് ഉണ്ട്.
30 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. 20 വർഷമായിട്ട്. ഇപ്പൊ കണ്ണിന് ഒരു മങ്ങല് പോലെ അല്ലേ? ശരി, അത് നമുക്ക് എന്തായാലും ഡയബറ്റിക് ആവുന്ന ഒരാൾ, ഡയബറ്റിക് അല്ലെങ്കിൽ പോലും റെഗുലറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രഷർ നോക്കേണ്ടതുണ്ട്. ഇത്രയും 20 വർഷം കൊണ്ട് ഡയബറ്റിക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണിന് ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ളത് പരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഗ്ലോക്കോമയുടെ ചികിത്സയിലേക്ക് പോകാൻ തോന്നുന്നു അല്ലെ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഇറിവേഴ്സിബിൾ ആണ് എങ്കിൽ പോലും കൃത്യമായി നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമെന്ന് പറഞ്ഞു. എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് നിലവിലുള്ളത്? ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളത് 3 ടൈപ്പിലായിട്ട് പറയാം. ഒന്ന് മെഡിസിൻസ് കൊണ്ട് മിക്കവാറും കണ്ണിൽ ഒഴിക്കുന്ന തുള്ളിമരുന്നുകൾ, രണ്ടാമത്തത് ലേസർ ട്രീറ്റ്മെൻറ്റ്, മൂന്നാമത്തത് സർജറി. അപ്പോൾ എപ്പോഴും നമ്മൾ സിംപ്ലസ്റ്റ് വഴിയാണ് ആദ്യം നോക്കുക, അതായത് മെഡിസിൻ ഡ്രോപ്സ് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും പുതിയ ഒത്തിരി മെഡിസിൻസ് വന്നതുകൊണ്ട് നല്ലൊരു ഭാഗം ഗ്ലോക്കോമയും മെഡിസിൻ കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് മെഡിസിൻസ് ഉണ്ട്, ഒരെണ്ണം നമ്മൾ ഒഴിക്കുക, അതിനെന്തുമാത്രം പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക, അതനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം പ്രഷർ വെച്ച് ആ മരുന്ന് കൊണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം കൺട്രോൾ ആകണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചില ടൈപ്പ് ഈ ആംഗിൾ ക്ലോഷർ എന്ന് പറയുന്ന ഗ്ലോക്കോമയാണെങ്കിൽ ചിലപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ലേസർ ചെയ്യേണ്ടി വരും. ഇത് രണ്ടും മെഡിസിനും ലേസറും ഫെയിൽ ചെയ്യുന്ന കണ്ടീഷൻസ് നമ്മൾ സർജറിക്ക് പോകേണ്ടി വരും. ട്രബിക്കുലക്ടമി എന്നുള്ളൊരു സർജറിയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ പുതിയ പുതിയ ടൈപ്പ് സർജറികളുണ്ട്. അത് ആവശ്യം ഏത് കണ്ടീഷനാണെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് സംശയം? ചോദിച്ചോളൂ. സാറേ, എന്റെ കണ്ണിന് ഗ്ലൂക്കോമ ബാധിച്ചിട്ട് 8 വർഷമായി. 24 വർഷമായി എനിക്ക് പഞ്ചസാരയുടെ അസുഖമുണ്ട്. ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ 4 പ്രാവശ്യം കണ്ണിന് ലേസർ ചെയ്തു. ലേസർ ചെയ്തപ്പോ ഇപ്പം കാഴ്ച കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കൂടുതലായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല, കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു വരിക. ഇനിയൊരു തിമിരത്തിന് ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു 2-3 അസുഖങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഷുഗർ കൊണ്ടുണ്ടായ ഡയബറ്റിക് റെട്ടിനോപ്പതി ഉണ്ട്, അതിനായിരിക്കും ലേസർ ചെയ്തിട്ടുള്ളത്, ഗ്ലോക്കോമയ്ക്ക് ആയിരിക്കത്തില്ല. 2 ഗ്ലോക്കോമയുണ്ട്, മൂന്നാമത്തത് തിമിരമുണ്ട്. അപ്പോൾ ഇപ്പോൾ ലേസർ ചെയ്യുമ്പോൾ സാധാരണ ചിലപ്പോൾ ഈ ഉള്ള തിമിരം ഒന്ന് അല്പം കൂടി വരാൻ സാധ്യതയുണ്ട് ചിലർക്ക്, അല്ലെങ്കിൽ ഡയബറ്റിക് റെട്ടിനോപ്പതി തന്നെ കൂടി വരാം, അല്ലെങ്കിൽ ഗ്ലോക്കോമയുടെ എഫക്റ്റ് കൂടി വരാം. അപ്പോൾ ഏതായാലും തിമിരം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞരമ്പ് കാണാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടുന്നത് തിമിരം മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇനിയുള്ള ചികിത്സകൾക്കും അത് അത്യാവശ്യമാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒരു അസുഖമുള്ളപ്പോൾ മറ്റൊരു അസുഖത്തിന് ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനാണ്. സ്വാഭാവികമായിട്ട് ഇനി ഇത് ചെയ്താൽ മറ്റേ അസുഖത്തിനെ കൂട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയാണത്? തിമിരത്തിന് ഇപ്പോൾ ശസ്ത്രക്രിയ ഈ അവസ്ഥയിൽ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണോ? അല്ല, ഓരോന്നും നമ്മൾ കൺട്രോളായിരിക്കണം. നമ്മളിപ്പോൾ തിമിരത്തിന് ഓപ്പറേഷന് പോകുമ്പോൾ ഗ്ലോക്കോമ കണ്ണിൻ്റെ പ്രഷർ ഒരുവിധം കൺട്രോളായിട്ട് വേണം പോകാനായിട്ട്. 2 ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സെൻറ്ററും ആ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് ചെയ്യേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിമിരം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ ചെയ്ത് കിട്ടണമെന്നില്ല. അത് പക്ഷേ ആ ഡോക്ടർ കണ്ടിട്ടല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്യും. അതെപ്പോഴും അങ്ങനെയാണ് നാച്ചുറലി ചെയ്യുക. ഡോക്ടർ, ഇതിൻ്റെ ഒരു സങ്കീർണത, ഗ്ലൂക്കോമയുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സ്റ്റേജ് എന്താണ്? ഗ്ലോക്കോമയുടെ കോംപ്ലിക്കേഷൻ ഫൈനലി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിഷൻ കംപ്ലീറ്റ് നഷ്ടപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ ഇത്രയും സമയം പറഞ്ഞു നമ്മൾ ഗ്ലോക്കോമ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാഴ്ച നിലനിർത്താമെന്ന്. പക്ഷേ ചെറിയൊരു വിഭാഗം രോഗികൾക്ക് നമ്മൾ എല്ലാ പ്രഷർ കൺട്രോൾ ചെയ്താലും ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വിചാരിച്ചാലും ആ വിഷൻ പോലെ നിലനിർത്താൻ പ്രയാസം വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ. കാരണം ഇപ്പോഴും ഗ്ലോക്കോമ എന്തൊക്കെ റീസൺ കൊണ്ടാണ് അതുണ്ടാവുന്നത് എന്നുള്ളത് 100% നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കാഴ്ച ഇല്ലാണ്ട് വരുന്നതോടൊപ്പം തന്നെ കണ്ണ് ചുവക്കുകയും കണ്ണിന് നല്ല വേദന ഉണ്ടാവുകയും വെള്ളം വരലും കണ്ണിന് പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദന വരുന്ന സിറ്റുവേഷൻ വരെ വരാം. ഡോക്ടർ, മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ കൊല്ലത്തു നിന്നാണ്. എനിക്ക് 30 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. 1 വർഷമായി ഒരു കണ്ണ് ഡോക്ടറെ കാണാൻ പോയപ്പം
ഈ ഇതുണ്ടെന്ന് പറഞ്ഞു, തിമിരത്തിന്റെ തുടക്കമാ, ഒന്നും ചെയ്യാൻ സമയമായില്ലെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തിന് മുമ്പ് ചെന്നപ്പോഴാ ഡയബറ്റിക്കും ബാധിച്ചിട്ടുണ്ട് കണ്ണിന്, അതിന് വേറെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. അതേത് രീതിയിലുള്ള ഡോക്ടറെ ഞാൻ കാണേണ്ടത്? ശരി, ഇതിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് ആയ ആൾ റെഗുലറായിട്ട് നോക്കണം. നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ റെറ്റിനൽ സ്പെഷ്യലിസ്റ്റുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഗ്ലോക്കോമ ചെയ്യുന്ന പോലെ തന്നെ റെറ്റിന സ്പെഷ്യലിസ്റ്റുകളെ കാണണം. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ പോയിട്ട് സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ പല ലക്ഷണങ്ങളുണ്ടെങ്കിലും വളരെ നിസ്സാരമായിട്ട് കണ്ണിൻ്റെ അസുഖങ്ങളെ എടുക്കുന്നവരുണ്ട്. അവരോട് ഈ ഗ്ലൂക്കോമയെക്കുറിച്ച് എന്താണ് ഒരു സന്ദേശം കൊടുക്കാനുള്ളത്? നമ്മൾ തന്നെ ഇൻ്റർനാഷണലി ഇപ്പോൾ ഗ്ലോക്കോമ അവയർനെസ് വീക്കൊക്കെ നടത്താറുണ്ട് ലോകം മുഴുക്കെ. അപ്പോൾ തന്നെ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കാഴ്ചയുടെ നിശബ്ദനായ ഘാതകൻ എന്നാണ്. കാരണം നമ്മളൊന്നും അറിയാണ്ട് പതുക്കെ പതുക്കെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, റെഗുലറായിട്ടുള്ള 40 വയസ്സിന് ശേഷം റെഗുലറായിട്ടുള്ള നേത്ര പരിശോധന. അതല്ലാണ്ട് വേറൊരു വഴിയുമില്ല. അത് കൃത്യമായിട്ട് ചെയ്താൽ നമുക്കെല്ലാം കാഴ്ച നിലനിർത്താൻ പറ്റും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.